രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടപതി 19ാമത്തെ സർഗം അവസാനത്തെ ശ്ലോകങ്ങളാണ്. ഇതോടുകൂടി 19ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇതിനു മുമ്പുള്ളത് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, കൃഷ്ണന്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ, ബുധനാഴ്ച കഠോപനിഷത്ത്, മരണത്തെക്കുറിച്ചുള്ള ആധികാരികമായ കഠോപനിഷത്ത് പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ച അഷ്ടപതി, വെള്ളിയാഴ്ചയാണ് മോക്ഷം കിട്ടാൻ ധമ്മപദം. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് വന്നാൽ മതി. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫീസ് റീഫണ്ട് ആണെന്നാണ്. പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കാൻ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. സംശയമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. തികച്ചും സൗജന്യമാണ്. പിന്നെ പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ളതുണ്ട്. ഷോർട്ട് വീഡിയോസ് ഒരുപാടുണ്ട്, നിങ്ങൾ കാണണം. അതേ കണക്ക് രാധാ കവചം 2 എണ്ണമുണ്ട്. അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ രാധാ സഹസ്രനാമം വരികളുള്ളതും ഇല്ലാത്തതും കൃഷ്ണപ്രിയ പാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനേ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ കാണണം. അപ്പൊ ഇന്ന് നമുക്ക് അഷ്ടപതി പാടിത്തരുന്നത് രാധാ സഹസ്രനാമത്തിലൂടെയും രാധാ കവചത്തിലൂടെയും നിങ്ങളുടെ ഹൃദയം കവർന്ന സാക്ഷാൽ
കൃഷ്ണപ്രിയ. കൃഷ്ണനും രാധാറാണിക്കും ഏറെ പ്രിയപ്പെട്ട, കൃഷ്ണനും രാധാറാണി അമ്മയും വിരൽ തൊട്ട് അനുഗ്രഹിച്ച രാധേ രാധേ ചാനലിന് അങ്ങേയറ്റം പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ പാടുകയാണ്. കേട്ടുകൊള്ളൂ. ശശിമുഖി തവ ഭാതി ഭംഗുരാഭ്രൂർയുവജന മോഹകരാളകാളസർപ്പീ തദുദിത വിഷഭേഷജം ത്വിഹൈഗാ ത്വദധരശീധുസുധൈവ ഭാഗ്യഭോഗ്യാ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് അതിമനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇത് സത്യത്തിൽ ഇന്നലെ റിലീസാകേണ്ടതാണ്. വ്യാഴാഴ്ച എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. കാരണം ഞാൻ മധുരയ്ക്ക് പോവുകയാണ്. ഇനി 3-ാം തീയതിയെ ഞാൻ തിരിച്ചെത്തത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അത്രയും ദിവസത്തെ വീഡിയോ ഇങ്ങനെ നിരന്തരം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു എന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷേ വ്യാഴാഴ്ച നോക്കിയപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നെനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇത് വ്യാഴാഴ്ച റിലീസാകാതിരുന്നത്. പക്ഷേ എൻ്റെ മെമ്മറി ഫുള്ളായതുകൊണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു. പിന്നെ ഞാൻ റീറെക്കോർഡ് ചെയ്യുകയാണ്. എന്തായാലും ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ഇങ്ങനെ കുറച്ചും കൂടെ അത് ഗംഭീരമാക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ശശിമുഖി തവ ഭാതി ഭംഗുരാഭ്രൂർ യുവജനമോഹ കരാള കാളസർപ്പി തദുദിത വിഷഭേഷജം തിഹൈകാത്വദധരശീതു സുധൈവ ഭാഗ്യഭോഗ്യ. അർത്ഥം എഴുതിക്കോ. ശശിമുഖി, ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖമുള്ളവൾ. ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖം ഉള്ളവൾ. തവ, നിന്റെ, ഭാതി, ശോഭിക്കുന്നു, ഭംഗുര, വളഞ്ഞ, ഭ്രൂർ, പുരികക്കൊടി, യുവജന, യുവജനങ്ങളെ, മോഹ, അർത്ഥം മോഹിപ്പിക്കുന്നു, യുവജനങ്ങളെ മോഹ എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നു. അടുത്തത് കരാള കാളസർപ്പം, അർത്ഥം ഉഗ്രവിഷമുള്ള സർപ്പം. കരാള കാളസർപ്പം, ഉഗ്രവിഷമുള്ള സർപ്പം. തദുദിത, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന. വിഷഭേഷജം എന്ന് പറഞ്ഞാൽ പിന്നെ വിഷത്തിനുള്ള ഔഷധം. വിഷഭേഷജം, വിഷത്തിനുള്ള ഔഷധം. ത്വത്, നിന്റെ. അധരം, ചുണ്ട്. ശ്വീതു, ശ്വീതു എന്ന് പറഞ്ഞാൽ കരിമ്പിൻ മദ്യം. കരിമ്പിൽ നിന്നെടുക്കുന്ന കരിമ്പിൻ മദ്യം. സുധൈവ, അമൃത്. ഭാഗ്യഭോഗ്യം, അർത്ഥം ഭാഗ്യം കൊണ്ട് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന. ഭാഗ്യം കൊണ്ട് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയുമാണ്. അല്ലയോ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖമുള്ളവളെ രാധേ, ചന്ദ്രമുഖി രാധേ, നിന്റെ പുരികക്കൊടികളൊക്കെ വളഞ്ഞിരിക്കുന്നല്ലോ രാധേ. നിന്റെ വളഞ്ഞ പുരികക്കൊടി യുവാക്കളിൽ വല്ലാത്ത മോഹം വളർത്തും. അത്രയ്ക്ക് ഭംഗിയാണ് നിന്റെ പുരികക്കൊടികൾക്ക്. നോക്കൂ രാധേ, നിന്റെ പുരികക്കൊടികൾ വളഞ്ഞ് കൃഷ്ണസർപ്പമായി മാറി അത് ശോഭിക്കുകയാണ് ചെയ്യുന്നത്. ആ പുരികക്കൊടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിഷത്തിനുള്ള ഔഷധമാകട്ടെ ഭാഗ്യവാന്മാരാൽ മാത്രം അനുഭവയോഗ്യമായ നിന്റെ അധരസുധയാകുന്ന മദ്യം ഒന്നു മാത്രമാണ്. അപ്പോൾ കൃഷ്ണൻ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സുന്ദരിയായ രാധേ, നിന്റെ പുരികക്കൊടികൾ വളഞ്ഞിരിക്കുന്നു, അത് കാളസർപ്പം പോലെ ശോഭിക്കുന്നു, അതിൽ നിന്ന് വിഷം വരുന്നു. ആ വിഷം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മരുന്നേ ഉള്ളൂ. അത് നീ നിന്റെ അധരത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അമൃത് ചേർന്ന മദ്യമാണ്. അധരത്തിൽ നിന്ന് ആ മദ്യം ഊറിയെടുക്കണം. അത് ഭാഗ്യവാന്മാർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ്. ഇവിടെ രണ്ട് മീനിങ് ഉണ്ട്. ജയദേവ കവി രണ്ട് രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ രീതി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് കൃഷ്ണൻ പറയുകയാണ്, രാധയെ
നിന്റെ പുരികക്കൊടികളുണ്ടല്ലോ ആരെയും മോഹിപ്പിക്കുന്നതാണ്. നിന്റെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു. നോക്കൂ രാധേ, നിന്റെ പുരികക്കൊടികൾ അത് വളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കാളസർപ്പമായി എന്നെ കൊത്തുന്നു. നിന്റെ പുരികത്തിന്റെ ഭംഗി കണ്ടാൽ ആരിലും കാമം ജനിക്കും രാധേ. അപ്പൊ പിന്നെ അതങ്ങ് നേരിട്ട് കൊത്തിയാലോ രാധേ. നിന്റെ അഴകാർന്ന പുരികക്കൊടിയാകുന്ന കാളസർപ്പം അഥവാ കൃഷ്ണസർപ്പത്തിന്റെ കൊത്തേറ്റ് എൻ്റെ ശരീരമാകെ നീല നിറമായി. ഞാൻ നീലക്കാർ വർണ്ണനായി രാധേ. ഞാൻ നീലക്കാർ വർണ്ണനായത് നിന്റെ പുരികക്കൊടിയുടെ കൊത്തേറ്റ് കാമമാകുന്ന നീലവിഷം എൻ്റെ ശരീരത്ത് വ്യാപിച്ചതുകൊണ്ടാണ് രാധേ. ഇതാണ് ഒരർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം എന്താ നമുക്ക് നോക്കാം. കൃഷ്ണൻ പറയുകയാണ്, രാധേ നീ ചന്ദ്രമുഖിയാണ് എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോലെ പ്രശോഭിക്കുന്ന മുഖമുള്ളവളാണ്. നിന്റെ പുരികക്കൊടി വളയുന്നു. ആ പുരികക്കൊടി ഒന്നാമത്തെ അർത്ഥം ആരിലും മോഹം ജനിപ്പിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം നിങ്ങൾ കേട്ടോണം. ജയദേവ കവി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അവിടാണ്. അദ്ദേഹം പറയുന്നത് രാധാറാണിയുടെ പുരികക്കൊടി വളയുന്നത് കോപം കൊണ്ടാണ്. അപ്പോൾ കോപം കൊണ്ട് രാധാറാണിയുടെ പുരികക്കൊടി വളയുന്നു. ആരോടുള്ള കോപം കൊണ്ട്? കൃഷ്ണനോടുള്ള കോപം കൊണ്ട്. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, രാധേ എന്നോട് നിനക്ക് കോപമാണ്. എന്നോടുള്ള കോപം കൊണ്ട് നിന്റെ പുരികക്കൊടികള് വളഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണ് എന്നെപ്പോലൊരു പാവം യുവാവിനോട് നീ ഇങ്ങനെ കോപിക്കുന്നത്? നിന്റെ കോപം ഏറ്റു കഴിഞ്ഞാൽ അതിന് പിന്നെ വേറെ മരുന്നില്ല. എന്ന് പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമ്പോൾ രാധാറാണിയുടെ പുരികക്കൊടി വളയും. അത് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ പുരാണങ്ങളിൽ നിന്ന് മനസ്സിലാകും, സീരിയലുകളിലും കാണും. രാധാറാണിക്ക് ദേഷ്യം വരുമ്പം രാധാറാണിയുടെ പുരികക്കൊടി രണ്ടും അങ്ങോട്ട് വളഞ്ഞ് ചുണ്ടൊക്കെ കൂർപ്പിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അതാണ് രാധാറാണി. അപ്പോൾ രാധാറാണിയുടെ പുരികക്കൊടി കൃഷ്ണനോടുള്ള ദേഷ്യം കൊണ്ട് വളഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, നിന്റെ പുരികക്കൊടി എന്നോടുള്ള കോപം കൊണ്ട് വളഞ്ഞ് കൃഷ്ണസർപ്പമായിട്ട് എന്നെ കൊത്തുകയാണ്. അങ്ങനെ കൊത്തിക്കഴിഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ രാധാറാണിക്ക് ദേഷ്യം വന്നാൽ പിന്നെ ഒരു രക്ഷയുമില്ല. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. 14 ലോകവും അമ്മാനമാടുന്ന നാരായണനെ വരെ അടിക്കുകയും പിച്ചുകയും മാന്തുകയും ചെയ്യും രാധാറാണി. മനസ്സിലായ? 14 ലോകങ്ങൾ വിട്ട് അമ്മാനമാടുന്ന സാക്ഷാൽ നാരായണനെ അടിക്കുകയും പിച്ചുകയും മാന്തുകയും ശക്തമായി വഴക്ക് പറയുകയും ദേഷ്യം വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ കോപത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാകില്ല. രാധേ നീ ഇപ്പോൾ എന്നോട് വല്ലാതെ കോപിച്ചിരിക്കുകയാണ് രാധേ. ഈ കോപത്തിന് ഒരു മറുമരുന്നില്ല. എന്നിട്ട് കൃഷ്ണൻ കള്ളനാണ്, കള്ളകൃഷ്ണനാണ്. കൃഷ്ണന്റെ ഈ പറച്ചിലൊക്കെ രാധാറാണി സംശയത്തോട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. രാധാറാണി മനസ്സിൽ പറയുന്നുണ്ട്, ഇവനാള് കള്ളനാണ്, ഇവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് നോക്കണം. കൃഷ്ണൻ രാധാറാണിയെ വീണ്ടും ഒന്ന് അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, രാധേ മറുമരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. നിന്റെ കോപമാകുന്ന കാളസർപ്പം കൊത്തിയാൽ അതിനൊരു മറുമരുന്നുണ്ട്. പെട്ടെന്ന് ഓർത്ത കണക്ക് പറയുകയാണ് കൃഷ്ണൻ. അതെന്താണെന്ന് രാധേ നിനക്ക് പറയാമോ രാധേ നിനക്ക്? അപ്പൊ രാധാറാണി ഒന്നും മിണ്ടിയില്ല. കൃഷ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുക. കൃഷ്ണൻ വീണ്ടും നമ്പർ ഇറക്കുകയാണ്. രാധേ നിനക്ക് എന്നോട് കോപം വന്നു കഴിഞ്ഞാലേ, കഠിനമായ കോപം വന്നു കഴിഞ്ഞാലേ അതിനൊരു മറുമരുന്നുണ്ട് രാധേ. അറിയാവോ ആ കോപം ശമിപ്പിക്കാനുള്ള മറുമരുന്ന്? അറിയാമോ? അത് കവി ഇച്ചിരി ആലങ്കാരികമായി പറയുന്നു. രാധാറാണിയുടെ പുരികക്കൊടി കോപം കൊണ്ട് വളയുകയും അത് കാളസർപ്പമാണ്, അത് കൊത്തിക്കഴിഞ്ഞാൽ ആ വിഷം ശരീരത്ത് വ്യാപിക്കും, അതിന് മറുമരുന്നില്ല. ഇതിൻ്റെ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. കൃഷ്ണൻ ഇങ്ങനെയാണ് പറഞ്ഞത്, രാധേ നിനക്കെന്നോട് ദേഷ്യമാണില്ലേ, നിനക്കെന്നോട് കോപമാണില്ലേ, എനിക്കറിയാം. നീ കോപിച്ചാൽ പിന്നെ ആർക്കും ആ കോപം തണുപ്പിക്കാൻ പറ്റില്ല, അതിന് മറുമരുന്നില്ല. പെട്ടെന്ന് ഓർത്ത കണക്ക് കൃഷ്ണൻ പറഞ്ഞു, രാധേ അതിനൊരു മറുമരുന്നുണ്ട് എനിക്കറിയാം.
അപ്പോഴാ രാധാറാണിയുടെ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ ഇവൻ ഇത് എന്തിനുള്ള ഭാവമാണ്, മഹാകള്ളനാണ്, വളരെ സൂക്ഷിക്കണം, സൂക്ഷിച്ചു വേണം ഇവൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കാനായിട്ട്. അപ്പൊ രാധാറാണി ഇങ്ങനെ ചുണ്ടുകളൊക്കെ കൂർപ്പിച്ചു വെച്ച് നിന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആ നീ നിന്റെ അധരങ്ങൾ കൂർപ്പിച്ചത് കണ്ട രാധേ, ഈ അധരമില്ലേ, ഈ അധരത്തിനകത്ത് ഒരു മദ്യമുണ്ട്, ആ മദ്യത്തിനകത്ത് അമൃത് ചേർന്നിട്ടുണ്ട്, അമൃത് ചേർന്ന വീഞ്ഞ് നിന്റെ അധരത്തിൽ നീ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആരാണോ 2 കൈകളും കൊണ്ട് നിന്റെ മുഖം കോരിയെടുത്ത് ആ അധരത്തിലിരിക്കുന്ന അമൃത് ഊറി 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 കഴിക്കുന്നത്, അവൻ നിന്റെ പുരികക്കൊടിയുടെ വിഷമേറ്റതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. രാധാറാണി കോപിച്ചാൽ പിന്നെ കൃഷ്ണൻ ചെയ്യുന്നത് ഒറ്റ പരിപാടിയാണ്, ഓടി ചെല്ലുക, രാധാറാണിയുടെ മുഖം അങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? കൃഷ്ണനെ അങ്ങോട്ട് ശകാരിക്കാൻ വേണ്ടി വാ തുറക്കാൻ പോകുന്നതും കൃഷ്ണൻ ആ 2 ചുണ്ടുകളും തൻ്റെ വായ്ക്കകത്താക്കി പിന്നെ രാധാറാണിക്ക് മിണ്ടാൻ അവസരം കൊടുക്കത്തില്ല. കൃഷ്ണൻ ഇങ്ങനെ ബ്ലൂ ബ്ലൂ എന്നും പറഞ്ഞ് ഊറിക്കൊണ്ടിരിക്കും. രാധാറാണി ഒരു ഇച്ചിരി നേരം സംസാരിക്കാൻ പോയാൽ പറ്റില്ല, കാരണം ചുണ്ട് 2ഉം കൃഷ്ണൻ്റെ വായ്ക്കകത്തിരിക്കുകയാണ്. ഇച്ചിരി കഴിയുമ്പോൾ രാധാറാണിയുടെ കോപം മാറി രാധാറാണി കൃഷ്ണനെ ആലിംഗനം ചെയ്യും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിന്റെ മുഖം ഞാൻ കോരിയെടുക്കട്ടെ, എടുക്കട്ടെ എടുക്കട്ടെ രാധേ, എടുത്തിട്ട് നിന്റെ ചുണ്ടുകള് ഞാൻ എൻ്റെ അധരം കൊണ്ടിങ്ങനെ ഊറിയെടുക്കും. എടുക്കട്ടെ രാധേ, എടുക്കട്ടെ രാധേ, എടുക്കട്ടെ രാധേ. प्रीतिं वस्तनुतां हरि कुवलया पीडेन सार्धं रणे राधापीनपयोधरस्मरणकृत् कुम्भेन सम्भेदवान् यत्र स्विद्यति मीलति क्षणमभूल् क्षिप्तद्विपे वीक्षणान् कंसस्याथ बले जितमिति വ്യാമോഹകോലാഹല. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. പ്രീതിം വസ്തനുദാം ഹരി കുവലയാ പീഠേന സാർദ്ധം രണേ രാധാപീന പയോധരസ്മരണകൃത് കുംഭേന സംഭേദവാൻ യത്ര സിദ്ധ്യതി മീലതി ക്ഷണമത ക്ഷിപ്തേ ദിവേ അഭിക്ഷണാത് കംസസ്യാദ ബലേ ജിതമിതി വ്യാമോഹ കോലാഹല. അർത്ഥം എഴുതിക്കോ. പ്രീതി, പ്രീതി എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ഇഷ്ടം. തനു, ശരീരം, തനു ശരീരം. കുവലയാ പീഠ, കുവലയം എന്ന ആന, കുവലയാ പീഠ, ആ കുവലയാ പീഠൻ എന്ന ആന. രണേ, യുദ്ധഭൂമിയിൽ. രാധാറാണിയുടെ. പീനപയോധരം, അർത്ഥം തടിച്ച മാറിടങ്ങൾ, തടിച്ച മാറിടങ്ങൾ. സ്മരണ, അർത്ഥം ഓർമ്മ, സ്മരണ ഓർമ്മ. കുംഭേന, അർത്ഥം മസ്തകത്തിലെ മുഴകൾ, കുംഭേന മസ്തകത്തിലെ മുഴകൾ. സംഭേദം, അർത്ഥം ചേർച്ച. സിദ്ധ്യതി, വിയർത്തുകൊണ്ടിരുന്നപ്പോൾ, സിദ്ധ്യതി വിയർത്തുകൊണ്ടിരുന്നപ്പോൾ. മീലതി, കണ്ണടച്ചപ്പോൾ. ക്ഷണമഥ, ഉടനെ. ക്ഷിപ്തേ, ആയുധം കൊണ്ടുള്ള മുറിവ്, ക്ഷിപ്തേ ആയുധം കൊണ്ടുള്ള മുറിവ്. ദ്വീപം, ആന. കംസസ്യാദ ബലേ, അർത്ഥം കംസന്റെ പക്ഷത്തുള്ള സൈന്യം, കംസസ്യാദ ബലേ, കംസന്റെ പക്ഷത്തുള്ള സൈന്യം. ജിതമിതി, ജയിച്ചതായി കരുതി. വ്യാമോഹം എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത്. അപ്പൊ എന്താ ഈ ശ്ലോകത്തിന്റെ അർത്ഥം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. കുവലയാപീഠം എന്ന കംസന്റെ ആനയുമായി കൃഷ്ണൻ യുദ്ധത്തിലേർപ്പെടുകയാണ്. ആ സമയത്ത് ആനയുടെ മസ്തകത്തിലെ 2 മുഴകൾ കാണാനിടയായി കൃഷ്ണൻ. അപ്പോൾ ആ മുഴകൾക്ക്
രാധാറാണിയുടെ മാറിടവുമായി നല്ല ചേർച്ചയുണ്ടെന്ന് കൃഷ്ണന് തോന്നി. പെട്ടെന്ന് കൃഷ്ണൻ രാധാറാണിയുടെ മാറിടങ്ങളെ ഓർത്തു. അപ്പോൾ കംസന്റെ സൈന്യം ജയിച്ചു എന്ന് കോലാഹലമുണ്ടാക്കി. പെട്ടെന്ന് ബോധവാനായ കൃഷ്ണൻ ആനയുടെ മസ്തകത്തിലടിച്ച് അതിനെ വധിച്ചു. ആ ഹരി നമുക്ക് പ്രീതി ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ വിശദീകരിക്കാം. ഇവിടെ ജയദേവ കവി എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. അതായത് അങ്ങേയറ്റം ഗുരുതരമായ ഒരവസ്ഥയിലാണ് കൃഷ്ണൻ. എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ യുദ്ധഭൂമിയിലാണ്. കുവലയാപീഠം എന്ന ആനയുമായി ഏറ്റുമുട്ടുകയാണ്. ഇനി കംസനുണ്ട്, ചാണൂരനുണ്ട്, മുഷ്ടികനുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ, അതായത് തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. കംസന്റെ അധീനതയിലാണ് തൻ്റെ മാതാവായ ദേവകിയും വസുദേവനും. അപ്പോൾ കംസനെ വധിക്കണം, ദേവകിയെയും വസുദേവനെയും മോചിപ്പിക്കണം. അതിന് കിട്ടുന്നത് അവസാനത്തെ ചാൻസാണിത്. ആ അവസാനത്തെ ചാൻസിലാണ് കൃഷ്ണൻ നിൽക്കുന്നത്. ഇവിടെ ഒന്ന് പിഴച്ചു പോയാൽ, കുവലയാപീഠം എന്ന ആനയാൽ വധിക്കപ്പെട്ടാൽ എല്ലാം തീർന്നു. അപ്പൊ അത്രയ്ക്ക് കൃഷ്ണന്റെ ജീവിതത്തിലെ ജീവൻ മരണ പോരാട്ടം എന്ന് പറയാവുന്ന അവസ്ഥയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിൽക്കുന്നത്. അത്ര ഗൗരവമാർന്ന അവസ്ഥയിൽ പോലും ഭഗവാൻ രാധാറാണിയെ ഓർക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഘട്ടത്തിലും യുദ്ധഭൂമിയിൽ നിന്ന് പോലും രാധയെ ഓർക്കുന്ന ആ കൃഷ്ണൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിലെ പ്രണയത്തെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ജയദേവ കവി എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. കൃഷ്ണൻ കുവലയാപീഠവുമായി ഏറ്റുമുട്ടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുവലയാപീഠത്തെ വധിക്കണം, ചാണൂരനെ വധിക്കണം, മുഷ്ടികനെ വധിക്കണം, പിന്നെ കംസനെ വധിക്കണം, കാരാഗ്രഹത്തിൽ നിന്ന് അമ്മയെ മോചിപ്പിക്കണം. ഒരു വലിയ ദൗത്യവുമായി വന്ന മറ്റേതൊരാളും ആ സമയത്ത് യുദ്ധഭൂമിയിൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുകയില്ല. പക്ഷേ കൃഷ്ണൻ ഇവിടെ കുവലയാപീഠവുമായി ഏറ്റുമുട്ടുന്ന അവസരത്തിൽ അതിൻ്റെ മസ്തകത്തിലെ 2 വലിയ മുഴ കണ്ടു. ആ മുഴ കണ്ടതും കൃഷ്ണന് രാധാറാണിയുടെ ആ 2 വലിയ തടിച്ച വൃത്താകൃതിയിലുള്ള മാറിട ഓർമ്മ വന്നു. ആ സമയത്ത് ആനയുടെ പുറത്തിരിക്കുന്ന കൃഷ്ണനിൽ ശൃംഗാരരസമുണ്ടായി. നാട്യശാസ്ത്ര പ്രകാരം അനങ്കരസ എന്ന് പറയാം. അപ്പോൾ കൃഷ്ണൻ എന്താ തോന്നിയെന്നറിയാമോ? രാധ തന്നെ സ്പർശിച്ചതായി തോന്നി. പെട്ടെന്ന് കൃഷ്ണന് വൃന്ദാവനം ഓർമ്മ വന്നു. വൃന്ദാവനവും ലതാനികുഞ്ചവും രാധാറാണിയെ വാരിയെടുത്ത് ലതാനികുഞ്ചത്തിൽ കൊണ്ടുപോകുന്നതും രാധാറാണിയുടെ തടിച്ച മാറിടങ്ങളെ താലോലിക്കുന്നതും രാധാറാണിയുടെ അധരങ്ങൾ പാനം ചെയ്യുന്നതുമൊക്കെ ഓർമ്മ വന്നപ്പോൾ കൃഷ്ണൻ അറിയാതെ വിയർത്തു. രാധാജിയുടെ മാറിടം കൃഷ്ണനെ ഈ ഗുരുതരാവസ്ഥയിൽ പോലും വല്ലാതെ മോഹിപ്പിച്ചു. അപ്പൊ കൃഷ്ണനിൽ പരമാനന്ദമുണ്ടായി. പരമാനന്ദത്തോടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 വ്യാഖ്യാനമാണ്. ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഭഗവാൻ എല്ലാം ഒരു ലീലയാണ്. അതുകൊണ്ടാണ് കുവലയാപീഠത്തിൻ്റെ പുറത്തിരുന്നും ഭഗവാൻ ഇങ്ങനെ കാണിക്കുന്നത്. 2, കൃഷ്ണൻ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ് ആരാണ് രാധ, ആരാണ് രാധ, ആരാണ് രാധ എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കൃഷ്ണൻ പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാ വന്നത്, എൻ്റെ അച്ഛനെ രക്ഷിക്കാനാണ് വന്നത്, എൻ്റെ മാതാവിനെയും പിതാവിനെയും രക്ഷിക്കാൻ വേണ്ടി വന്നു. ഒന്ന് പിഴച്ചാലെല്ലാം തീർന്നു.
പക്ഷേ എനിക്ക് മാതാവിനെക്കാട്ടിയും പിതാവിനെക്കാട്ടിയും രാജ്യത്തെക്കാട്ടിയും ധർമ്മത്തെക്കാട്ടിയും എന്തിനും മുകളിലാണ് രാധ. കാരണം രാധയുണ്ടെങ്കിൽ, രാധയുടെ പ്രണയമുണ്ടെങ്കിൽ സ്വാഭാവികമായും ധർമ്മമുണ്ടാകും. ധർമ്മമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാതാവുണ്ടാകും, പിതാവുണ്ടാകും. രാധയാണ് സുപ്രീം, അതിനപ്പുറം എനിക്ക് ആരുമില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ആലോചിച്ചു നോക്കണം. കുവലയാപീഠത്തിന്റെ മസ്തകത്തിലിരുന്ന് ലതാ നികുഞ്ചത്തിൽ രാധാറാണിയുടെ വലിയ തടിച്ച മാറിടങ്ങളെ തഴുകി തലോടി ചുംബനം കൊണ്ട് മൂടുന്നത് ഓർത്തിരിക്കുകയാണ് മാധവൻ. ആ ഓർമ്മയിൽ മാധവൻ വിയർത്തുപോയി. അങ്ങനെ പരമാനന്ദത്താൽ ഭഗവാൻ കണ്ണുകളടച്ചപ്പോൾ കംസന്റെ സൈന്യം എന്താ കരുതിയതെന്നറിയാമോ? കൃഷ്ണൻ ഭയന്നുപോയി. ഭയന്ന് കണ്ണടച്ചിരിക്കുകയാണെന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടെ ചേർന്ന് ജയിച്ചേ, ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞ് കംസന്റെ സൈന്യം ആർത്തു വിളിച്ചു. ആ വിളി പെട്ടെന്ന് കൃഷ്ണൻ കേട്ടു. കൃഷ്ണൻ എന്ത് ചെയ്തു? പെട്ടെന്ന് എന്ത് ചെയ്തു? കണ്ണുകൾ തുറന്നു. അപ്പോഴും തൻ്റെ മനസ്സിൽ ആ വികാരങ്ങൾ അങ്ങനെ കിടന്നു തുടിക്കുകയാണ്. രാധ തൻ്റെ സമീപത്തുണ്ടെന്നും താൻ രാധയുടെ മാറിടങ്ങളെ തലോടുകയാണെന്നും. പക്ഷേ കൃഷ്ണൻ തൻ്റെ വികാരങ്ങളെ അടക്കിയിട്ട് ആനയെ ആട്ടിച്ച് നിലത്തിട്ടിട്ട് കൊന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അതുവരെ കംസന്റെ കൂടെ നിന്ന സൈന്യം കൃഷ്ണൻ ജയിച്ചേ എന്ന് ആർത്തു വിളിച്ചു. കാരണം അവരെല്ലാം കംസനോട് അതൃപ്തി ഉള്ളവരാണ്, കംസനെ ഭയന്ന് നിന്നതാണ്. കുവലയാപീഠത്തെ കൃഷ്ണൻ വധിച്ചെങ്കിൽ ഇനി കംസവധം ഉറപ്പാണ്. അതുകൊണ്ട് അവരെല്ലാം ആർത്തു വിളിച്ചു. ഓർമ്മിക്കണം, പൊതുവെ ഗൗരവക്കാരനായ സാക്ഷാൽ നാരായണീയം എഴുതിയ ഭട്ടതിരിപ്പാട്, ആ നാരായണീയം എഴുതിയ ഭട്ടതിരിപ്പാട് പോലും, മനസ്സിലായ, നാരായണീയം എഴുതിയ ഭട്ടതിരിപ്പാട് പോലും കൃഷ്ണൻ കുവലയാപീഠത്തിന്റെ മുകളിലിരുന്ന് മസ്തകത്തിലെ മുലകൾ കണ്ടപ്പോൾ രാധയെയും ഗോപികമാരെയും വൃന്ദാവനത്തെയും ഒക്കെ ഓർത്തെന്ന് നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭട്ടതിരിപ്പാട് വാതരോഗം ശമിപ്പിക്കാനുള്ള തൻ്റെ പുസ്തകത്തിൽ പോലും എന്തിനാ രാധയെ സ്മരിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കെ, നല്ലതുപോലെ ചിന്തിച്ചു നോക്കെ. മസ്തകത്തിൻ്റെ ഭട്ടതിരിപ്പാട്, ആനയുടെ ഭട്ടതിരിപ്പാട് തൻ്റെ രോഗം ശമിക്കാൻ കൃഷ്ണനെ പുകഴ്ത്തുകയാണ്. അവിടെ എന്തിനാണ് ആനപ്പുറത്തിരിക്കുന്ന കൃഷ്ണൻ രാധയുടെ മാറിടങ്ങളെ ഓർത്തു എന്ന് പറയുന്നത്? രാധയില്ലാതെ കൃഷ്ണൻ അനുഗ്രഹിക്കില്ല. അതെല്ലാവരും മനസ്സിലാക്കുക. രാധയില്ലെങ്കിൽ കൃഷ്ണൻ അനുഗ്രഹിക്കില്ല. രാധയില്ലെങ്കിൽ ഭട്ടതിരിപ്പാടിൻ്റെ രോഗം മാറില്ല. രാധയെ സ്മരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? നാരായണീയത്തിൻ്റെ 75-ാം ദശകത്തില് 2-ാമത്തെ ശ്ലോകത്തില് നമ്മുടെ ജയദേവ കവി പറഞ്ഞ ആ സംഗതി ഭട്ടതിരിപ്പാട് എഴുതി വച്ചിട്ടുണ്ട്. ഗോപീ കുചകലശിരസ്പർദിനം കുംഭമസ്യ വ്യാഹത്യാലിയാദാസ്ത്വം കൃഷ്ണ. അതാണ് ആ വരികളെന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഇവിടെ ഈ സന്ദർഭത്തിൽ ജയദേവ കവി ഭഗവാനെ ഹരി എന്നാണ് വിളിക്കുന്നത്. അത് തികച്ചും അനുയോജ്യമാണ്. കാരണം കൃഷ്ണൻ കുവലയാപീഠം എന്ന ആനയെ വധിച്ചപ്പോൾ കൃഷ്ണനെ ഹരി എന്ന് വിളിക്കുകയാണ്. ഹരിക്ക് സിംഹം എന്ന് ഒരർത്ഥം ഉണ്ടെന്നറിയുക. സിംഹത്തിന് മാത്രമേ ആരെ വധിക്കാൻ കഴിയൂ? ആനയെ വധിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ കൃഷ്ണനെ ഹരി എന്ന് വിളിച്ചതും അനുയോജ്യം. അപ്പൊ ജയദേവ കവി പറയുന്നു, കുവലയാപീഠം എന്ന ആനയുടെ പുറത്തിരുന്ന് പോരാടുമ്പോൾ അതിൻ്റെ മസ്തകത്തിലെ മുഴകൾ കണ്ടപ്പോൾ രാധയുടെ തടിച്ച വലിയ മാറിടങ്ങളെ ഓർക്കുകയും ലതാ നികുഞ്ചത്തിൽ രാധാറാണിയുടെ വലിയ മാറിടങ്ങളെ കയ്യിലെടുത്ത് താലോലിക്കുകയും ചുണ്ടുകൾ കൊണ്ട് താലോലിക്കുകയും ചെയ്തതിനെ സ്മരിച്ച ആ കൃഷ്ണൻ
ഇത് കേൾക്കുന്ന എല്ലാവരിലും പ്രണയം വർദ്ധിപ്പിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധേ രാധേ ചാനലിലെ പ്രേക്ഷകരെ, നിങ്ങളുടെ ഹൃദയത്തിലും പ്രണയം വർദ്ധിക്കുവാൻ സാക്ഷാൽ രാധയുടെ തടിച്ച മാറിടങ്ങളെ കുവലയാപീഠത്തിന്റെ പുറത്തിരുന്ന് പോലും ചിന്തിക്കുന്ന, യുദ്ധഭൂമിയിലിരുന്ന് പോലും ചിന്തിക്കുന്ന ആ കൃഷ്ണൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.